പശ്ചിമേഷ്യ ഒന്നാകെ വിഴുങ്ങാൻ പോന്ന കടുത്ത യുദ്ധഭീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക തുടർച്ചയായ മൂന്നാം രാത്രിയും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഗൾഫ് മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പകരമായാണ് യുഎസിന്റെ ഈ കടുത്ത നടപടി. ഇരു രാജ്യങ്ങളും പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ നീങ്ങുകയാണെന്ന ഭീതിയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മേഖലയിൽ നിലനിന്നിരുന്ന കലുഷിതമായ അന്തരീക്ഷമാണ് ഇപ്പോൾ പരസ്യമായ സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയിരിക്കുന്നത്. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ പ്രധാന സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് വൻതോതിലുള്ള മിസൈൽ ഡ്രോൺ വർഷമുണ്ടായതായി പെന്റഗൺ സ്ഥിരീകരിച്ചിരിക്കുന്നു. തങ്ങളുടെ പരമാധികാരത്തിനു മേലും സൈന്യത്തിനു മേലും ഉണ്ടായ ഈ കടന്നുകയറ്റത്തെ വെറുതെ വിടില്ലെന്ന പ്രഖ്യാപനത്തോടെയാണ് വാഷിംഗ്ടൺ ഇറാന്റെ മണ്ണിലേക്ക് നേരിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ ഉത്തരവിട്ടത്. തുടർച്ചയായ മൂന്നാം രാത്രിയും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ആക്രമണം തുടരുകയാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് സെന്ററുകൾ, മിസൈൽ സംഭരണശാലകൾ എന്നിവയാണ് പ്രധാനമായും തകർക്കപ്പെട്ടതെന്നാണ് യുഎസ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. മേഖലയിലെ പ്രമുഖ അമേരിക്കൻ താവളങ്ങളായ ബഹ്റൈനിലെ ഫിഫ്ത് ഫ്ലീറ്റ് ആസ്ഥാനം, കുവൈറ്റിലെയും ജോർദാനിലെയും തന്ത്രപ്രധാന ക്യാമ്പുകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഇറാൻ ഒരേ സമയം ആക്രമണം അഴിച്ചുവിട്ടത്. നൂറുകണക്കിന് ഡ്രോണുകളും അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഇറാന്റെ ഈ നീക്കം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു സൈനിക നീക്കം മാത്രമല്ല. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ വൻ യുദ്ധത്തിന് അവർ തിരികൊളുത്തിയിരിക്കുന്നത്. ദീർഘകാലം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുൽ അലി ഖമേനിയുടെ വിയോഗം രാജ്യത്തെ ആകെ വലിയ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ തലസ്ഥാനങ്ങളിലൊന്നായ പവിത്ര നഗരമായ മഷാദിലാണ് അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുൽ അലി ഖമേനിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഷിയ മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായ മഷാദിലേക്ക് ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തിയത്. മഷാദിലെ ഖമേനിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന ചടങ്ങുകൾക്ക് ശേഷം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ വഷളാകാനാണ് സാധ്യതയെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിലെ ഔദ്യോഗിക ചടങ്ങുകളുടെ ഭാഗമായി രാജ്യം കനത്ത ജാഗ്രതയിലാണെങ്കിലും പുതിയ നേതൃത്വം തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ അമേരിക്കയ്ക്ക് നേരെ കൂടുതൽ കടുത്ത സൈനിക നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. ഇറാന്റെ ഈ കടുത്ത നിലപാടുകൾക്ക് പിന്നിൽ കേവലം ഒരു വൈകാരിക പ്രതികരണമല്ല, മറിച്ച് ദീർഘകാലമായി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുഎസ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ്. ബഹ്റൈനിലും കുവൈറ്റിലും തങ്ങളുടെ തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സൈന്യത്തെ മേഖലയിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഇപ്പോൾ തങ്ങളുടെ മിസൈൽ കരുത്ത് പുറത്തെടുക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സഖ്യകക്ഷികളുടെ സംരക്ഷണവും തങ്ങളുടെ സൈനികരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടത് അഭിമാന പ്രശ്നമാണ്. പ്രത്യേകിച്ചും വാഷിംഗ്ടണിലെ നിലവിലെ ഭരണകൂടം ഇറാന്റെ ആണവ പദ്ധതികൾക്കും പ്രാദേശിക സ്വാധീനത്തിനുമെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ഈ ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകേണ്ടത് അവരുടെ ആവശ്യമായി മാറുന്നു. ഈ സൈനിക ഏറ്റുമുട്ടൽ കേവലം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധമായി ഒതുങ്ങുന്നില്ല എന്നതാണ് ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തുന്നത്. മേഖലയിലെ മറ്റ് പ്രമുഖ ശക്തികളായ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇസ്രയേൽ എന്നിവരും ഈ പ്രതിസന്ധിയെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. യുദ്ധം ദീർഘനാൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ച് ഇന്ധന വിപണിയെ തകിടം മറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ പേർഷ്യൻ ഗൾഫ് മേഖല യുദ്ധക്കളമായി മാറുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയേറെയാണ്. നാറ്റോ സഖ്യകക്ഷികളും ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനപരമായ ആക്രമണങ്ങളെ ചെറുക്കാൻ അമേരിക്കയ്ക്ക് അവകാശമുണ്ടെന്നാണ് യൂറോപ്യൻ ശക്തികളുടെ നിലപാട്. ഇറാനിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. ഖമേനിയുടെ മരണശേഷം രാജ്യത്തിന്റെ പരമോന്നത കൗൺസിൽ ആരെ അടുത്ത നേതാവായി തെരഞ്ഞെടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇറാന്റെ അടുത്ത വിദേശ നയം. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇരുവിഭാഗത്തോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യുദ്ധമുഖത്തു നിന്നും അനുകൂലമായ യാതൊരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല. നയതന്ത്ര ചർച്ചകൾക്കുള്ള എല്ലാ വാതിലുകളും അടച്ചുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും മിസൈലുകൾ കൊണ്ട് സംസാരിക്കുന്നത്. മഷാദിലെ വിലാപയാത്രകൾക്ക് ശേഷം ഇറാൻ പ്രഖ്യാപിക്കാൻ പോകുന്ന അടുത്ത സൈനിക നീക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ലോകം മുഴുവൻ.
വരും മണിക്കൂറുകളിൽ പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കറുത്ത അധ്യായങ്ങൾക്കായിരിക്കാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അമേരിക്ക തങ്ങളുടെ വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമ്പോൾ തങ്ങളുടെ പരമോന്നത നേതാവിന്റെ വിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ നൽകാൻ പോകുന്ന തിരിച്ചടി എത്രത്തോളം ആഘാതമേറിയതായിരിക്കുമെന്നത് പ്രവചനാതീതമാണ്. സമാധാനത്തിന്റെ എല്ലാ സാധ്യതകളും മങ്ങിക്കൊണ്ട് പേർഷ്യൻ ഗൾഫ് മേഖല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്.